ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ട് മാലോം സെയിന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിന് മുന്നിൽ പടുകൂറ്റൻ ക്രിസ്മസ് നക്ഷത്രം ഉയർന്നു. 70 അടി ഉയരത്തിലും 40 അടി വീതിയിലും നിർമ്മിച്ച ഈ നക്ഷത്രം കേരളത്തിൽ പ്രിന്റഡ് ക്ലോത്തിൽ നിർമ്മിക്കപ്പെട്ട നക്ഷത്രങ്ങളിൽ ഏറ്റവും വലുതാണ്. ഇതോടൊപ്പം 600 ചെറുനക്ഷത്രങ്ങൾ കൂടി ദേവാലയത്തിന് ചുറ്റും തെളിഞ്ഞതോടെ നാടെങ്ങും ക്രിസ്മസ് ആവേശത്തിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മാലോം ഫൊറോന ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത്. ഏതാണ്ട് 6 നില ഉയരത്തിലുള്ള ഒരു കെട്ടിടത്തിന് ഉയരം സമാനമായ രീതിയിലുള്ള ഒരു പടുകൂറ്റൻ നക്ഷത്രത്തിൻ്റെ ചുവട്ടിലാണ്. ക്രിസ്മസ് സമാഗതമാകുമ്പോൾ ഉണ്ണിയേശുവിനെ വരവേൽക്കുവാനായിട്ട് ദൈവജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാലോം വിശ്വാസ സമൂഹം ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് നക്ഷത്രങ്ങൾ തൂക്കിക്കൊണ്ട് പ്രകാശമായ ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഉയർത്തിയിരിക്കുന്ന ഈ വലിയ നക്ഷത്രം 70 അടിയിലധികം ഉയരമുണ്ട്. ഏതാണ്ട് 4 കിൻഡലോളം സ്ക്വയർ പൈപ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ബൃഹത്തായ പടുകൂറ്റൻ നക്ഷത്രം ഒത്തിരിയേറെ ആളുകളെ ദേവാലയ തിരുമുറ്റത്തേക്ക് ആകർഷിക്കുന്നുണ്ട്. ഏതാണ്ട് 600ഓളം ചെറുനക്ഷത്രങ്ങളും ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രശോഭിക്കുന്നത് പ്രതിദാനം ചെയ്യുന്നത് ഇടവകയിലെ 600 കുടുംബങ്ങളെയാണ്. ഈ വലിയ നക്ഷത്രം ഇടവയാകുന്ന വലിയ കുടുംബത്തിൽ നിന്നും ആ യേശുവിൽ നിന്നും പ്രകാശം സ്വീകരിക്കാനായിട്ട് തയ്യാറായിക്കൊണ്ട് ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും പ്രകാശമായി മാറുമ്പോഴാണ് ഇടവക സമൂഹം മുഴുവനും പ്രകാശമുള്ള ഒരു സാന്നിധ്യമായി മാറുക. ഒത്തിരിയേറെ പേരുടെ കഠിനാധ്വാനത്തിന് പിന്നിലുണ്ട്. ഞങ്ങളുടെ ഇടവകയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട സാനി വി ജോസഫ് സാറിൻ്റെ നേതൃത്വത്തിലാണിത് നിർമ്മിച്ചത്. അദ്ദേഹം ഒരു അനുഗ്രഹീത കലാകാരനാണ്. കഴിഞ്ഞ വർഷവും ഏതാണ്ട് 60 അടി അതിലധികം ഉയരമുള്ള ഒരു നക്ഷത്രമാണ് ഉയർത്തിയത്. പക്ഷേ ഈ വർഷം അല്പം കൂടി മെച്ചപ്പെടുന്ന രീതിയിൽ കുറേ കൂടി മനോഹരമായി 70 അടി ഉയരമുള്ള ഒരു പടുകൂറ്റൻ നക്ഷത്രമാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൈക്കാരന്മാരുടെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജോലിക്കാരുടെയും ഒക്കെ കഠിനമായ പരിശ്രമമുണ്ട് ഇതിന് പിന്നിൽ. ഈ ഇടവയുടെ അസിസ്റ്റന്റ് വികാരി നിതിൻ ചെറുനിലവച്ചൻ ഒത്തിരിയേറെ ഈ നിർമ്മാണവുമായിട്ട് സഹകരിച്ച് എല്ലാവർക്കും പ്രോത്സാഹനമായി നിറസാന്നിധ്യമായി ഞങ്ങളോട് കൂടെയുണ്ട്. അതോടൊപ്പം കൈക്കാരന്മാരും ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങളും മതാധ്യാപകരും ഇടവക ജനമെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു കൂട്ടായ്മയുടെ മുന്നേറുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഈ നക്ഷത്രം ഇവിടെ ശോഭിക്കുന്നത്. എല്ലാവർക്കും സമാഗതമാകുന്ന തിരുപ്പിറവിയുടെ എല്ലാ പ്രാർത്ഥനാശംസകളും സന്തോഷത്തോടെ ഞാൻ നേരുകയാണ്. പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണീശോ നമുക്ക് ഓരോരുത്തർക്കും പ്രകാശം തരട്ടെ, സന്തോഷം തരട്ടെ, സമാധാനം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമാഗതമാകുന്ന തിരുപ്പിറവിയുടെ എല്ലാ അംഗങ്ങളും നേരുന്നു. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുക മാലോം സെൻറ്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൻ്റെ തിരുമുറ്റത്ത് സ്ഥാപിച്ച ഈ പടുകൂറ്റൻ നക്ഷത്രത്തിൻ്റെ ചുവട്ടിലാണ്. ഇത് കാണുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇതിൻ്റെ ആ ഒരു ഉയരം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ തീരെ ചെറുതായിട്ട് കാണപ്പെടുന്നു. എത്രയോ ഉയരങ്ങളിലേക്ക് ഏതാണ്ട് 70 അടി ഉയരത്തിലും 40 അടി വീതിയിലും നിർമ്മിച്ച ഈ നക്ഷത്രം കേരളത്തിലെ അറിയപ്പെടുന്ന ഇന്ന് നിർമ്മിച്ചതിൽ ഏറ്റവും വലുതായിട്ട് കണക്കുകൂട്ടുന്നു. അതായത് പ്രിൻ്റഡ് ക്ലോത്തിൽ, ഹൈ ക്വാളിറ്റി ബാക്ക് ലൈറ്റ് പ്രിൻ്റഡ് ക്ലോത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 100-ലധികം ട്യൂബ് ലൈറ്റുകളും ഏതാണ്ട് 30-ലധികം ഹാലജൻ ബൾബുകളും ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ട്, ഇതിനുള്ളിൽ പ്രകാശത്തിനായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഒത്തിരിയേറെ പേരുടെ കഠിനമായ പരിശ്രമം കൊണ്ട് 1.5 ആഴ്ചക്കാലം എടുത്താണ് ഇതിൻ്റെ നിർമ്മാണം ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട വികാരിയച്ഛൻ ജോസ് തൈക്കുന്നമ്പുറ അച്ഛൻ്റെ നേതൃത്വം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നിതിൻ അച്ഛൻ, ഞങ്ങളുടെ കൊച്ചച്ഛൻ, ഇവരുടെ എല്ലാം കഠിനമായ പരിശ്രമവും അവരുടെ നേതൃത്വവുമാണ് ഈ നിർമ്മാണത്തിന് ഞങ്ങൾക്ക് സഹായകരമായത്. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൈക്കാരന്മാരുണ്ട്. സിബി തെക്കേവയലിലുണ്ട്, ഷെർബി ഇടയോടിയിൽ, അതുപോലെ സാവിയോ തോണക്കര ദേവാലയ ശുശ്രൂഷി, അതുപോലെ തന്നെ നമ്മുടെ ഇടവാംഗങ്ങളായ ടോമി കിഴക്കനകത്ത്, അതുപോലെ ബിജു ചീരാങ്കുഴിയിൽ, അഭിലാഷ് നെടുമരുഞ്ചാൽ, ഒപ്പം തന്നെ നമ്മുടെ മുൻ കൈക്കാരന്മാരുള്ള ടോമി തരിശിൽ, അച്ചകുഞ്ഞങ്ങാടിക്കൽ, ഷിൻഡോ ഗണപതി പ്ലാക്കൽ, അതുപോലെ ജോയി മഴുവഞ്ചേരിയിൽ, ബേബി വട്ടക്കുന്നേൽ, ചാർലി മുളയ്ക്കൽ, ജോയി വേമ്പേനിക്കൽ, സജി തെങ്ങമ്പള്ളി മുതലായിട്ടുള്ള പ്രിയപ്പെട്ട ഇടവാംഗങ്ങളുടെ എല്ലാ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ നക്ഷത്ര നിർമ്മാണം ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത്.
ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ ഒരു രൂപരേഖ തയ്യാറെടുക്കുകയാണ്. ഏതാണ്ട് 2-3 ദിവസത്തെ കഠിനമായ പരിശ്രമം മൂലമാണ് ഇതിൻ്റെ ഒരു അളവുകൾ, എൻജിനീയറിംഗ് സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അളവുകൾ നമ്മൾ നിശ്ചയിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇരുമ്പ് സാധനങ്ങളുടെ കണക്കുകൾ എടുക്കുക. അതുപോലെ തന്നെ ഏതാണ്ട് 4 കിൻഡലോളം പൈപ്പുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എന്തുമാത്രം ക്ലോത്തുകൾ വേണം എന്ന് നമ്മളത് നിശ്ചയിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ വെൽഡിംഗ് തൊഴിലാളികളുടെ സേവനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലത്ത് ഗ്രാഫ് വരച്ച് അതുപോലെ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. സുമേഷ് ചിറ്റാരിക്കൽ എന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ സേവനം ഞങ്ങൾക്കുണ്ടായിരുന്നു. അദ്ദേഹം വളരെ മികച്ചൊരു കലാകാരനാണ്. ഉയർത്തുന്ന കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ വലിയൊരു 60 അടി നക്ഷത്രമാണ് നമ്മൾ കഴിഞ്ഞ വർഷം നിർമ്മിച്ചത്. അത് ഉയർത്തുന്ന സമയത്ത് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനെ പരിഹരിക്കാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചിന്തിച്ച് ഒരു വലിയ ക്രെയിനിൻ്റെ സഹായത്താലാണ് ഞങ്ങളിവിടെ ഇത് സ്ഥാപിച്ചത്. ക്ലോത്ത് എറണാകുളം ജില്ലയിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് ഇറക്കുമതി ചെയ്യുക. വെള്ളരിക്കുണ്ട് ഗാലറി ഫ്ലെക്സ് പ്രിൻറ്റിംഗ് ഷോപ്പിൽ വെച്ച് പ്രിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. ഹൈ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ആണ് ഇതിന് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും ഈ നക്ഷത്രത്തിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ വിപണി മൂല്യം കൂട്ടുമ്പോൾ ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് കണക്കാക്കാം. ഈ നാട്ടിലുള്ള എല്ലാവർക്കും പൊതുവേ നമ്മുടെ രൂപതയിലുള്ള പല പള്ളികളിൽ നിന്ന് ഒരുപാട് പേര് വന്ന് കണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇത്രയും വലിയൊരു നക്ഷത്രം കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നത് ഞങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ 42 വർഷമായിട്ട് ആർട്ട് ഫീൽഡിൽ ജോലി ചെയ്തു വരികയാണ്. അപ്പോൾ ഇതുപോലുള്ള മുന്നേ നമ്മൾ തളിര് കാർഷിക മേളയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ ഭീമാകരമായ ഗേറ്റുകൾ, അതായത് താജ്മഹൽ, ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിൾ മുതലായ നിർമ്മിച്ച് എക്സ്പീരിയൻസ് അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് ഇത്രയും വലുതൊന്ന് ഉണ്ടാക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായതും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. മാലോം പള്ളി എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നൊരു പള്ളിയാണ്. നമ്മുടെ കേരളത്തിൽ ഇതേ സ്റ്റൈലിലുള്ള ഒരു പള്ളി അപൂർവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട തെരുവുങ്ങലച്ചനാണ് ഇതിൻ്റെ ഇവിടെ വികാരിയാക്കിയപ്പോഴാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. അദ്ദേഹത്തെ മനസ്സിൽ രൂപം കൊണ്ട തൃത്വത്തിൻ്റെ ഒരു പ്രതീകം എന്ന നിലയിൽ ഉള്ളൊരു ദേവാലയമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ പില്ലറുകൾ ഭൂമിക്കടിയിലേക്ക് പോയിരിക്കുകയാണ്. 4 ഫ്രണ്ടിൽ 2 പില്ലറ്, അത് ആർച്ച് രൂപത്തിൽ താഴേക്ക്, പുറകിലും അതേപോലെ ഈ 2 ആർച്ചിലാണ് ഈ ദേവാലയം നിൽക്കുന്നത്. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ഭിത്തികളില്ല, മുഴുവനും ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു പള്ളി അപൂർവമായിട്ടാണ് കാണുക. അതിരൂപതയിലെ തന്നെ ഒരു പ്രത്യേകതയുള്ളൊരു പള്ളിയായിട്ട് കാണുകയാണ്. ഈ മാലോം ഇടവകയിൽ ഞാൻ വന്നിട്ട് 3 വർഷമായി. ഇവിടെ ഞാൻ പുറകാരിയായിട്ട് എത്തിയിട്ട്. അപ്പോഴേ ഈ മാലോത്ത് ഒരു പ്രത്യേകത കണ്ടത്, എല്ലാ കാര്യത്തിലും ഒരു പുതുമയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഇവിടെ രൂപപ്പെടാറുണ്ട്. ദേവാലയത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഓരോ വർഷവും ഉണ്ട്. പലരും സംസാരിച്ച് കേട്ടിട്ടുണ്ട്, മാലോംകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവർ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കും. ഇവിടെ നക്ഷത്രം നിർമ്മിച്ചപ്പോൾ പലരും പറയുകയുണ്ടായി, മാലോംകാരെ ഓരോ വർഷവും എന്തെങ്കിലും ഒരു പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ക്രിസ്മസ് സന്ധ്യ ഡിസംബർ 24-ന് ഇവിടെ ഒരു 5 സോണായിട്ട് ഇവിടെ തിരിച്ച് സോൺ അടിസ്ഥാനത്തിൽ കരോൾ ഗാന മത്സരവും കുട്ടികളുടെ ഫ്ലാഷ് മോബൊക്കെ ക്രമീകരിച്ച് കേക്കൊക്കെ മുറിച്ച് സന്തോഷം പങ്കുവെച്ചാണ് പിരിഞ്ഞു പോയത്. ഈ വർഷവും ഞങ്ങൾ അത്തരത്തിൽ തന്നെ ക്രമീകരിക്കുന്നുണ്ട്. കരോൾ ഗാന മത്സരമുണ്ടാവും, കുട്ടികളുടെ ഫ്ലാഷ് മോബും പരിപാടികളൊക്കെ ക്രിസ്മസ് രാവിലെ ഉണ്ടാവും. അതോടൊപ്പം ഇവിടുത്തെ തിരുനാൾ വരെ മനോഹരമാണ്. പണ്ട് വെടിക്കെട്ടിന് പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമായിരുന്നു. അതിരൂപത പുതിയ നിർദ്ദേശം തന്നതോടുകൂടി ഇവിടെയുള്ളവർക്കൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ട്, ഒരു സങ്കടമൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തിരുനാളിൻ്റെ പ്രദക്ഷിണം വളരെ മനോഹരമാണ്. ഒത്തിരി ആളുകൾ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ തിരുനാൾ പങ്കെടുക്കാനായിട്ട് വരാറുണ്ട്. ഞാൻ മാലോംപള്ളിയിലെ അസിസ്റ്റൻറ്റ് വികാരിയാണ്. പേര് നിതിൻ, ചെറുനിലം വീട്ടുപേര്. കാലാങ്കിയാണ് എൻ്റെ ഇടവക. ഞാൻ ഈ മാലോം ഇടവകയിൽ വന്നിട്ട് 1 വർഷത്തോളം ആകുന്നു. ഒത്തിരി സന്തോഷമാണ് ഈ കൂട്ടായ്മയിൽ ഇവിടെ ആയിരിക്കുക എന്നുള്ളത്. മാലോം ഇടവകയിൽ എല്ലാം ഓരോ പരിപാടികൾ വരുമ്പോഴും വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എല്ലാറ്റിനും വികാരിയച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു വെറൈറ്റി ഇവിടെ ഉണ്ടെന്നുള്ള ഒരു സത്യമാണ്. അത് പല പരിപാടിക്കും, പ്രത്യേകിച്ച് ഈ നക്ഷത്രം തൂക്കുമ്പോൾ പോലും കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ യൂട്യൂബിലൂടെയൊക്കെ ഈ വലിയ 60 അടി ഉയരമുള്ള നക്ഷത്രം ഉയർത്തിയതിനെപ്പറ്റി കാണാനായിട്ടിടയായി. ഈ വർഷവും അത് അല്പം കൂടി ഉയരത്തിൽ സ്ഥാപിച്ചു എന്നുള്ളത്, അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഈ നക്ഷത്രം കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. വരുന്നവരെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ള സന്തോഷമാണ്.
ഒരുപക്ഷെ നമുക്ക് ബാഹ്യമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഒത്തിരിയേറെ പൈസയൊക്കെ ചിലവായില്ലേ എന്നൊക്കെ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ വരുന്നവരാരും തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്നുള്ള ഒത്തിരി സന്തോഷമാണ്. അതെല്ലാം സൂചിപ്പിക്കുന്ന ഈ ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷം, ഈശോ നമ്മളോട് ആഗ്രഹിക്കുന്നതും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതുമൊക്കെ ആ ഒരു കൂട്ടായ്മ സ്നേഹമാണ്. ആ ഒരു കൂട്ടായ്മ സ്നേഹമൊക്കെ ഈ മാലോം ഇടവകയിൽ തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ നക്ഷത്രം ഇവിടെ സ്ഥാപിച്ചപ്പോൾ ഇതിൻ്റെ പുറകിൽ വലിയ കവുങ്ങുകളൊക്കെ സ്ഥാപിക്കാനും ടോമി ചേട്ടൻ്റെയും അതുപോലെ വിൽസൺ ചേട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഏത് സാഹചര്യത്തിലും എവിടെ നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അറിയാവുന്ന നല്ല വിദഗ്ധരായ ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് സന്തോഷമാണ്. സമാഗതമാകുന്ന ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ.